പെരിങ്ങോട്ടുകര ദേവസ്ഥാനം. എൻ്റെ വീഡിയോസ് ആദ്യം മുതൽ കാണുന്ന പ്രേക്ഷകർക്ക് അറിയുമായിരിക്കും. ഞാൻ ഈ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിനെ കുറിച്ചിട്ട് ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓൺലൈനിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കേരളത്തിൽ നിന്നുള്ള പാൻ ഇന്ത്യൻ അമ്പലമാണ്. മലയാളം, തമിഴ്, തെലുങ്കു, കന്നഡ, ഹിന്ദി എല്ലാ ലാംഗ്വേജിലും ഒരു പാൻ ഇന്ത്യൻ അമ്പലമാണ്. പിന്നെ മലയാളികളുടെ ഒരു സെലിബ്രിറ്റി അമ്പലം കൂടിയാണ് ഈ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം എന്ന് പറയുന്നത്. ഇത് അമ്പലമാണോ കുട്ടിച്ചാത്തൻ്റെ പരിപാടിയാണോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. വിഷ്ണുമായ സ്വാമി ടെമ്പിൾ ഇൻ ഇന്ത്യ എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഈ വിഷ്ണുമായ സ്വാമി എന്ന് പറയുന്നത് കുട്ടിച്ചാത്തനെന്നൊക്കെ കുറേ ആൾക്കാർ പറയുന്നുണ്ട്. എന്താണെങ്കിലും ചാത്തൻ സേവയും കോഴീനെ പറപ്പിക്കലും പരിപാടികളൊക്കെ ആയിട്ട് ഇതിനകത്തുള്ളൊരു പൂജാരി എന്തായിട്ടുണ്ട്, കേസ് പെട്ടിപ്പോൾ അകത്തായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു കോണ്ടൻ്റാണ്. വിശ്വാസികൾ ഓടിപ്പിടിച്ച് വരണ്ട, പെരിങ്ങോട്ടുകര ഫാൻസ് ഒന്നും ഓടിപ്പിടിച്ച് ഇനി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാൻ നിൽക്കണ്ട. കാരണം ഇത് കേസ് രജിസ്റ്റർ ചെയ്ത് ഇവിടെയുള്ളൊരു പൂജാരിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് കർണാടക പോലീസാണ്. ഓക്കെ, പിന്നെ എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട് ഈ കാര്യത്തിൽ. കാരണം ഇതൊരു ട്രാപ്പ് വെച്ചതാണോ എന്നുകൂടി എനിക്കിതിൻ്റെ ഓഡിയോ ചാറ്റ് കേട്ടപ്പോൾ ഒരു സംശയം തോന്നിയിട്ടുണ്ട്. പൂജയുടെ പേരിൽ യുവതിയെ പീഡിപ്പിച്ച് പൂജാരി പിടിയിൽ. അപ്പോൾ ഇതിൻ്റെ ഓഡിയോ കേൾക്കണോ ആദ്യം ന്യൂസ് കേൾക്കണോ? ന്യൂസ് കേൾക്കാം. ന്യൂസ് കേട്ട് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ഓഡിയോ കേൾക്കാനുള്ളൊരു ത്രില്ല് വരും. തൃശൂർ പെരിങ്ങോട്ടുകര ക്ഷേത്രത്തിലെ പൂജാരി അരുണും പരാതിക്കാരിയും തമ്മിലുള്ള ഓഡിയോ സംഭാഷണമാണ് ഇപ്പോൾ കേട്ടത്. പരാതിക്കാരി കർണാടക വെല്ലന്തൂർ പോലീസിന് നൽകിയ പരാതി പ്രകാരം ഈ കുടുംബ പ്രശ്നവുമായി ചില കുടുംബ പ്രശ്നങ്ങൾ തനിക്കുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് തൃശ്ശൂരിലുള്ള ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിയുന്നതും ആ ക്ഷേത്രത്തിലേക്ക് പോവുകയും ചെയ്തത്. അവിടെ വെച്ചാണ് അരുൺ എന്ന് പറയുന്ന ഈ പൂജാരിയെ കണ്ടുമുട്ടുന്നത്. തന്റെ കുടുംബ പ്രശ്നങ്ങൾ തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൂജ ചെയ്യുന്നതിന് വേണ്ടി 24,000 രൂപ പൂജയുടെ ആവശ്യങ്ങൾക്കായി നൽകണമെന്ന് പറയുന്നു. അതിനുശേഷമാണ് യുവതിയുടെ ഫോൺ നമ്പറും അരുൺ വാങ്ങുന്നത്. യുവതി തിരിച്ച് സ്വന്തം നാടായ കർണാടകയിലേക്ക് കർണാടകയിലെത്തി പിന്നീടുള്ള ദിവസങ്ങളിൽ അരുൺ നിരന്തരം ഫോണിൽ കൂടി ശല്യം ചെയ്യുകയും, അതായത് വീഡിയോ കോൾ അടക്കം വിളിച്ചുകൊണ്ട് നഗ്നയായി നിന്ന് ഈ വീഡിയോ കോളിൽ വരണമെന്ന് ആവശ്യപ്പെട്ടു. യുവതി ഇതിനെ പല സമയത്ത് എതിർത്തെങ്കിൽ പോലും അങ്ങനെ വീഡിയോ കോളിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ കുട്ടികളെ അപായപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പൂജകൾ താൻ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയ സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്നാണ് യുവതി ഈ ഭീഷണിക്ക് വഴങ്ങുകയും നഗ്നയായി നിന്നുകൊണ്ട് വീഡിയോ കോളിൽ വരികയും ചെയ്തത്. ഈ വീഡിയോ കോൾ റെക്കോർഡ് ചെയ്തതിന് ശേഷമായിരുന്നു പിന്നീടുള്ള ഈ അരുണിന്റെ ഭീഷണികൾ. അതിൽ പറയുന്നത് പ്രകാരം യുവതി കേരളത്തിലേക്ക് വരണം, കേരളത്തിലേക്ക് വന്നതിന് ശേഷം ഒരു റൂം എടുത്ത് താൻ അവിടെ വരും, തന്നെ നേരിൽ കാണണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് യുവതി കേരളത്തിലേക്ക് വരികയും അവിടെ ഒരു കാറിൽ വെച്ച് കേരളത്തിലെത്തിയപ്പോൾ ഈ യുവതിയെ കൂട്ടുന്നതിന് വേണ്ടി ഈ അരുൺ എത്തുകയും ആ സമയത്ത് ഈ കാറിൽ മറ്റൊരു ഈ അമ്പലത്തിലെ തന്നെ പൂജാരിയായിട്ടുള്ള ഉണ്ണി ദാമോദരൻ എന്ന് പറയുന്ന മുഖ്യപ്രതി കൂടിയായിട്ടുള്ള ഒരു പൂജാരിയെയും എത്തുകയും ചെയ്തത്. ഇവരും ചേർന്നാണ് കാറിൽ വെച്ച് യുവതിയെ ബലാത്സംഗം ചെയ്തു എന്നാണ് കർണാടക പോലീസിന് നൽകിയ പരാതിയിൽ യുവതി പറയുന്നത്. ഇതാണ് കേസ് ഡീറ്റെയിൽസ്. അപ്പൊ ഇതിനകത്ത് ഇവരുടെ ഈ വാട്സാപ്പിന്റെ സ്ക്രീൻ റെക്കോർഡ് സ്ക്രീൻഷോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് എൻ്റെ മുത്തേ ഒരു ഫോട്ടോ അയച്ചു തരുമ്പോൾ കുട്ടിനെ ഈ സാധനങ്ങളൊക്കെ പൂജാരി എന്തായാലും അയച്ചിട്ടുണ്ട്. പൂജാരി ആയത് ഭാഗ്യയുടെ. ഇത് വല്ല പള്ളിയിലെ ഉസ്താദോ തൊപ്പി വെച്ച ഏതെങ്കിലും മുക്കുരു ഉസ്താദൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കുട്ടിച്ചാത്തൻ ജിഹാദായിരുന്നു. ഇപ്പൊ എന്താണെങ്കിലും അതിന് സ്കോപ്പില്ല. അപ്പൊ ഈ പൂജാരി നല്ല വെടിപ്പായിട്ടുള്ള പൂജ ചെയ്യുന്ന ഒരാളാണെന്ന് തോന്നുന്നു. കുട്ടിച്ചാത്തന്റെ പേരും പറഞ്ഞ് പീഡിപ്പിച്ചു എന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. സത്യത്തിൽ എന്താ പറയുക, എനിക്കിതിൽ കുറേ സംശയം വരാൻ കാരണം, ഈ പൂജാരി വിളിച്ചിട്ട് കുട്ടിച്ചാത്തന് മറ്റേ ചാത്തൻ സേവയ്ക്ക് നിങ്ങളെ കുട്ടികളെ ഇല്ലാതാക്കാൻ വേണ്ടി ക്രിയ ചെയ്യുന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നഗ്നയായിട്ട് വന്ന് നിൽക്കാൻ ഞാൻ നഗ്ന ഉദ്ദേശിച്ചത് മനഃപൂർവ്വം പറഞ്ഞതാണ്. അങ്ങനെ വന്ന് നിൽക്കുക. ഇത് എനിക്ക് എവിടേക്കോ എന്തൊക്കെയോ കൺഫ്യൂഷൻസ് ഐ ഫീൽ. ബിക്കോസ് നിങ്ങൾ ഇവർ തമ്മിലുള്ള കോൾ റെക്കോർഡ് ഒന്ന് കേൾക്കണം. ഓക്കെ, ഈ കോൾ റെക്കോർഡ് കേട്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം ഏറെക്കുറെ എനിക്ക് തോന്നിയ സംശയങ്ങൾ തോന്നും. ഇനി എന്ത് സംശയത്തിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ഒരു ഹണി ട്രാപ്പ് ആണെങ്കിൽ പോലും അതിൻ്റെ മുകളിൽ പൂജാരി വില്ലാളി വീരനായതുകൊണ്ടാണല്ലോ പോയി നിന്നു കൊടുത്തത്. അതും രണ്ടാളും പോയി പെട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഈ പറഞ്ഞ പെർട്ടിക്കുലർ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലെടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഓൾ ദ സെലിബ്രിറ്റീസ് ഹാവ് ഗോൺ ദർ.
ഓക്കെ. സെലിബ്രിറ്റീസ് മീൻസ് ഒരുപാട് പേര് ഞാനിവിടെ സൈഡിൽ വെക്കാം. നിങ്ങൾക്ക് കണ്ണിൽ കാണുന്ന എല്ലാ സെലിബ്രിറ്റീസ്, ഇൻസ്റ്റാഗ്രാം സെലിബ്രിറ്റീസ്, സിനിമ സെലിബ്രിറ്റീസ് ആൻഡ് രാഷ്ട്രീയ സെലിബ്രിറ്റീസ്, ആരും പോകാത്തല്ല, എല്ലാവരും പോയിട്ടുണ്ട് അതിനകത്ത്. അപ്പം എന്താണെങ്കിലും അങ്ങനെയൊക്കെ പോയി കുടുങ്ങി. എനിക്ക് തോന്നുന്നു ഇവരുടെയൊക്കെ ഈ വ്യൂവർഷിപ്പ് തന്നെ ആയിരിക്കും ഇവിടെ ഇങ്ങനത്തെ ഉടായിപ്പന്മാരുടെ അടുത്ത് പോയിട്ട് കൺവേർട്ട് ആവുന്നത്. ഓക്കെ. അവിടെ ഓൾറെഡി കുറേ ദൈവങ്ങളുണ്ട്. ശിവൻ, അയ്യപ്പൻ, അങ്ങനെ കുറേ ദൈവങ്ങളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇനി കുട്ടിച്ചാത്തനും കൂടി വേണമെന്നുള്ളതൊക്കെ നിങ്ങൾ ചിന്തിക്കുക. എന്താണെങ്കിൽ ഇവർ തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റ് ഞാനിവിടെ പ്ലേ ചെയ്യാം. ஹலோ ஹலோ சார். சொல்லுங்கள் சார். நான் இங்கே ஆஃபீஸில் வெளியில் வந்தேன் இப்போ. சௌக்கியமா? சௌக்கியம் சார். சாய் சாப்பிட்டா? இப்போ எப்போ வருது இங்கிட்டு? நான் ஃப்ரைடே ஈவினிங் வரேன். ശരി, കുട്ടിച്ചാത്തൻ്റെ ഫോട്ടോ വാട്സാപ്പിൽ DP ഇട്ടിട്ടാണ് കമ്പിക്കോള്. കൊള്ളാന്താണെങ്കിലും ഇത് മറ്റേ പരിപാടിയാണ് തോന്നുന്നുണ്ട്. നീയൻ എന്താ വേലക്കാരിയായിരുന്നാലും നീയൻ മോകവല്ലി, കർണാടകയ്ക്ക് വിളിച്ചിട്ട് തമിഴാ പറയുന്നത്. കൊള്ളാം, ബാക്കി കേൾക്കാം. ஃப்ரெண்டு வருது. ரூம் எடுத்தா? இல்லை எனக்கு ரூம் எல்லாம் அங்கே தெரியாது. அப்போ சேம் டேட் கிளம்புவாங்க? இல்லை என் கூட தான் வருது. ஃப்ரெண்டு நான் 2 பேர் தான் வருது. டோட்டல் 2 பேரா? டோட்டல் 2 பேர் வருது. ஆமாம். ட்ரெயினா வரணும்? ட்ரெயினில். ரூம் எடுக்கல? எடுத்திല്ല. இங்கே வந்து எடுக்கும்? ஆமாம். പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിന് ഓയോ റൂമിന്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ടോ? വന്നവർക്കും പോയവർക്കൊക്കെ റൂം എടുത്തു കൊടുക്കാൻ. നിങ്ങൾ ഈ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം കണ്ടിട്ടുണ്ടോ? ഫുൾ സ്വർണ്ണത്ത് കുളിപ്പിച്ച ഒരു അമ്പലമാണ്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്ന എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട്, പെണ്ണാന്ന് വിചാരിക്കണം, ഒരു ആണ് ഫ്രണ്ടിന് വേണ്ടിയിട്ട്, അങ്ങേരെന്തോ കാര്യസാഹത്തിന് ഇവിടെ കൊണ്ടുപോയി എന്തോ ഓർഡർ എന്ന് പറഞ്ഞിട്ട് ഈ സ്ഥലത്തിന് മുന്നും കൊണ്ടുപോയ വണ്ടി നിർത്തി. എനിക്കാണെങ്കിൽ അമ്പലവും പള്ളിയും കണ്ടു കഴിഞ്ഞാലേ വിഷയമാണ്. ഞാൻ എന്ത് ചെയ്യും, നൈസായിട്ട് മാറി ഒരു സൈഡിൽ പോയിന്ന്. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ കാണും തന്നെ ഒരു തരം സൈക്കടിക്കും. പിന്നെ എനിക്ക് അന്നേ ഡൗട്ട് അടിച്ചിട്ടുണ്ട് ഇവിടെ എന്തോ നടക്കുന്നുണ്ടെന്നുള്ളൂ. പിന്നെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് പരിചയമുള്ള കുറേ ഇൻഫ്ലുവൻസേഴ്സ് അവിടെ പോയിട്ട് വീഡിയോ ചെയ്ത് പേയ്മെൻറ്റിനാണ് ചെയ്യുന്നത്. പ്രമോഷൻ, ദൈവത്തിന് വേണ്ടി പ്രമോഷൻ. ഞാൻ അന്ന് പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിനെ കുറിച്ചിട്ട് വീഡിയോ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് പടച്ചോന് പ്രൊമോഷൻ കൊടുക്കേണ്ട ആവശ്യം എന്താണെന്നുള്ളത്. ഇവർ ഇൻഫ്ലുവൻസേഴ്സിനെ വിളിച്ച് വരുത്തി, സെലിബ്രിറ്റീസിനെ വിളിച്ച് വരുത്തി ഈ പറഞ്ഞ കുട്ടിച്ചാത്തനും പ്രൊമോഷൻ കൊടുക്കുന്ന ടീമാണ്. അങ്ങനെ പ്രൊമോഷൻ കൊടുത്തിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ചോദിച്ചു, സായി നിനക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഓൻ എന്ത് ധൈര്യമുണ്ട്? ഞാൻ ഓനോടനെ ചോദിച്ചു, ഈ എന്ത് ധൈര്യത്തിൽ എന്നെ വിളിച്ച്? ഓൾറെഡി എനിക്ക് ഈ ദൈവവും പരിപാടികളും ഇല്ല, ഈ എന്നോട് വിളിച്ചിട്ട് ഈ കുട്ടിച്ചാത്തന് പ്രൊമോഷൻ ചെയ്യാൻ ചോദിക്കുക. അപ്പോൾ ഇവർ കാശ് കൊടുത്തിട്ടാണ് ഓരോ പരിപാടിയും ചെയ്യിക്കുന്നത്. അപ്പോൾ അങ്ങനെ കെട്ടിപ്പൊക്കിയൊരു സാധനമാണത്. ഭയങ്കര സ്വർണ്ണം. ഈ വേടനൊക്കെ ഇപ്പോൾ അടുത്ത് ഇവിടെയാണ് പോയത്, പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തേക്കാണ് പോയത്. അപ്പോൾ കുറേ സെലിബ്രിറ്റീസ് പോകുന്നുണ്ട്. അവർ പോകണു, അവിടെ നടക്കുന്നത് എന്താണെന്നും അറിയില്ല. ആ സംഗതിയാണ് വളരുന്നു, നാട്ടുകാരവിടെ പോയി കമന്ന് കെട്ടി വീഴുന്നു. അതിൻ്റെ ഇടയിൽ ഇവരെ പരിപാടി എന്താ? ഇനിയിപ്പോൾ അത് ഇവനെ ട്രാപ്പാക്കിയത്, ഈ പൂജാരിനെ ട്രാപ്പാക്കിയതാണെങ്കിൽ പോലും ഈ വിഷയത്തിൽ വീക്കല്ലേ? മറ്റേതവിടെ ഏതറിയോ, രാവിലെ ചുട്ട കോഴീനെ പറപ്പിക്കുക, രാത്രി ആ കോഴീനെ പിടിച്ച് അൽഫാം വെക്കുക, അമ്മാതിരി പരിപാടി. ഇല്ല ഫ്രൈഡേ നൈറ്റും ഇങ്ങ് ട്രെയിനും. ഇല്ല സാറ്റർഡേ മോർണിംഗ്. ആമാ. സൺഡേ തിരിച്ചു പോകും. തിരുമ്പി എപ്പോ പോകും? സാറ്റർഡേ ഈവനിങ് ട്രെയിനും. സാറ്റർഡേ ഈവനിങ് പോവാം. அப்போ ஒரு டே ஸ்டே பண்ணல? அங்கே எதுவுமே தெரியாது இல்லையா எனக்கு, எங்கே ஸ்டே பண்ணுறது? அந்த ஃப்ரெண்ட் எங்க கம்பெனியா? இல்லை எனக்கு க்ளோஸ் ஃப்ரெண்டு தான். இல்லை நீங்கள் கோயிலில் இருக்கிறது இல்லையா? கோயில் இருக்கு. அப்புறமா நீங்கள் வரீங்களா?
അപ്പൊ കാണാം. നമുക്ക് നേരിട്ട് ഹോട്ടൽ എടുത്താലോ? ആ ഹോട്ടൽ ബുക്ക് பண்ணலாம். ഓക്കെ. തൃശ്ശൂർ ഏതെങ്കിലും ഹോട്ടൽ റൂം ബുക്ക് பண்ணலாம். ഞാൻ വരാൻ അങ്ങോട്ട് ഈവനിങ്ങിൽ. எனக்கு தெரியாது அங்கே நான் அங்கே ஸ்டே ஆயில்லை நான் அங்கே வந்து ഒരു அந்த ഫ്രണ്ടിനോട് சொல்லிட்டு റൂം അറേഞ്ച് பண்ண അവൻ വണ്ടിയിൽ വന്നിട്ട് അങ്ങ് ഡ്രോപ്പ് பண்ணிடும். ஓகே. നിന്റെ ഫ്രണ്ടിന് എന്ത് ചെയ്യും? ഞാൻ വരുമ്പോ റൂമിൽ പ്രശ്നം എടുക്കാം. ഞാൻ നിങ്ങൾ റൂമിൽ വന്നാൽ പ്രശ്നം എടുക്കാങ്ക് என் ஃப்ரெண்ட் நான் ஒரு ரூம் தான் பண்ணுவேன். ഒരു റൂമിൽ ഞാൻ അങ്ങ് വന്ന പ്രോബ്ലം എടുക്കാം. ஆமா പിന്നെ யாருன்னு சொல்றது என்ன சொல்றது? ആകെ മൊത്തം പണ്ണലും പിണ്ണലും തന്നെയാണ്. ഒപ്പം ഒരു ഫ്രണ്ട് വരുന്നുണ്ടെന്ന് ഈ ലേഡി പറഞ്ഞ സമയത്ത് ഫ്രണ്ടിനെ ഒഴിവാക്കാൻ പറ്റൂ, വേറെ റൂം എടുക്കാൻ പറ്റൂ, ഞാൻ ആ റൂമിൽ വരാൻ പറ്റൂ. 25,000 രൂപ മേടിച്ച് ഇവരെ വീഡിയോ കോള് വിളിച്ച് അത് റെക്കോർഡ് ചെയ്ത് അത് എന്നിട്ട് കാട്ടി ഭീഷണിപ്പെടുത്തി നാട്ടിലേക്ക് വിളിച്ചു വരുത്തി. എന്തോ ഒരു സീൻ എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിൽ ഞാൻ പറയുന്നത് ഈ പൂജാരിയും ടീമും മറ്റേ നല്ലവരായ പാൽക്കുപ്പികളല്ല, പണിക്ക് പോയിട്ടാണ്. ഓക്കെ, ഏതെങ്കിലും ഒരു സാധനം ആടിപ്പൊക്കി കാണുമ്പോഴത്തേക്ക് ഓടിപ്പോയിട്ടാണ് വിഷയം, അതിൻ്റെ കാര്യമില്ല. ഇതിപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. ദൈവത്തിൻ്റെ ആൾക്കാർ, ദ സോ കോൾഡ് ഗോഡ് പീപ്പിൾ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരാണല്ലോ കുറേ പള്ളിയിലച്ചന്മാരും ഉസ്താദ്മാരും ഇതേപോലുള്ള നമ്പൂരിമാരും, മറ്റേ നമ്പൂരിമാരെന്ന് പറയുന്നില്ല, മറ്റേ എന്താ പറയുക, പൂജാരിമാരും ടീംസൊക്കെ. ഇതിൽ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനത്തെയൊക്കെ പോരായ്മകളും പ്രശ്നങ്ങളൊക്കെ ഉള്ളവരുണ്ട്. എന്താണെങ്കിലും ഞാൻ ആലോചിച്ച് നോക്കുന്നത് ഇങ്ങനെയുള്ളവരുടെ മുന്നിൽ, ഇപ്പോൾ ഒരു ഡോക്ടറുടെ മുന്നിലോ ഒരു വക്കീലിൻ്റെ മുന്നിലോ, ഇപ്പോൾ ഒരു കേസ് വന്ന ഒരു വക്കീലിൻ്റെ മുന്നിൽ നമ്മൾ സത്യം പറഞ്ഞേ പറ്റൂ. ഇപ്പോൾ ഒരു അസുഖം വന്നാൽ ഡോക്ടറുടെ മുന്നിൽ നമ്മളുള്ള കാര്യം പറഞ്ഞേ പറ്റൂ. പക്ഷേ ഇവിടുത്തെ കുറേ സ്ത്രീകളും പുരുഷന്മാരും, ഞാൻ ആണുങ്ങളും പെണ്ണുങ്ങളും പറയണ്ട, ഇവരുടെയൊക്കെ കുടുംബ പ്രശ്നവും ഇവരുടെയൊക്കെ പേഴ്സണൽ പ്രോബ്ലംസൊക്കെ പോയി പറയുന്നത് ദൈവത്തിനോട് നിങ്ങൾ കല്ലിനെ നോക്കിയിട്ടോ ഫോട്ടോനെ നോക്കിയിട്ടോ നിങ്ങൾ ഒന്നും നോക്കാതെ എവിടെയോ വിളിച്ച് പറഞ്ഞോ, കുരിശിനോ കല്ലിനോ എവിടെയും നോക്കാതെ നിങ്ങൾ എന്തോ വിളിച്ച് പറഞ്ഞോ. അതൊക്കെ കേൾക്കാനും കേൾക്കാതിരിക്കൊക്കെ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ചത് അത് അപ് ടു യു. പക്ഷെ നിങ്ങൾ ഈ ദൈവത്തിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഈ പൂജാരിമാരോടും പള്ളിയിലച്ചന്മാരോടും ഉസ്താദ്മാരോടും പോയി പറയുമ്പോൾ അത് മുതലെടുക്കാൻ നടക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. എസ്പെഷ്യലി സ്ത്രീകൾ നിങ്ങൾ ശ്രദ്ധിക്കണം, മനസ്സിലായോ? നിങ്ങൾ ദൈവത്തിനോട് പറയുന്നത് പോലെയല്ല ഈ പറഞ്ഞ ബാക്കി ദൈവത്തിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞ് ഡ്രസ്സ് ഇട്ട് അമ്പലത്തിലും പള്ളിയിലൊക്കെ ഇരിക്കുന്ന ടീംസ്. ചിലർ ഇതേപോലെ മുതലെടുപ്പിൻ്റെ അതിഭീകരമായ ഫേസിൽ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. ഓക്കെ, இருக்குது സിംഗിൾ റൂം എടുക്കാം. சிங்கிளா? அது அங்கே எங்கே பண்ணது தெரியாது எனக்கு. റെയിൽവേ സ്റ്റേഷനിൽ ബുക്ക് പണം. അപ്പൊ 2 റൂം എടുത്തു കഴിഞ്ഞാൽ ഒരു റൂമിൽ അവിടെ എടുക്കും, ഒരു റൂമിൽ നമ്മൾ എടുക്കും. ഓക്കെ, சரி. நீங்க? ഞാനൊരു 1 അവർ വരാം. 1 അവറിലേക്ക് 1 മണിക്കൂർ നിന്റെ കൂടെ എടുക്കാം. ഞാനത് മുടിഞ്ഞ് അങ്ങോട്ട് വരാം. ഒരു 1 o'clock, 2 o'clock, 3 o'clock, 4 o'clock ഞാൻ അങ്ങ് വരാം. മധ്യാഹ്നം? ഓക്കെ, അപ്പൊ എനിക്ക് വന്നിട്ട് അറേഞ്ച് பண்ணலாம். ഓക്കെ, അങ്ങേവാ? അപ്പൊ വരുമ്പോ നീ ഫ്രണ്ടായിട്ടല്ലേ വരുന്നത്? ആമാ. അപ്പോ ഞാനങ്ങ് ഹോട്ടലിൽ വന്ന പ്രശ്നം എടുക്കുക. എന്റെ ഫ്രണ്ട് എന്തെങ്കിലും சொல்லுமா? കടിയും കഴപ്പും മൂത്തിരുന്നുള്ള വിളിയാണ്. എന്താണെങ്കിലും കുറെ ഉണ്ട് ഈ സംഗതി. എന്തിൻ്റെ മുകളിലാണെങ്കിലും ഇനി പോലീസ് അന്വേഷിക്കുന്നത്, കർണാടക പോലീസാണല്ലോ അന്വേഷിക്കുന്നത്. ഇയാളുടെ ഫോൺ എന്താണെന്നുണ്ടെങ്കിലും ഒരാളെ കിട്ടിയിട്ടുള്ളൂ, ഒരാളെയും കൂടി കിട്ടാനുണ്ട്. അപ്പോൾ ഫോണും കാര്യങ്ങളൊക്കെ എന്താണെങ്കിലും ഇവരെന്ത് ചെയ്യും, ട്രാക്ക് ചെയ്ത് നോക്കും. അതിനകത്ത് ഇതേപോലെ നമ്മളെ നാട്ടിൽ കേരളത്തിൽ ഇനിയിപ്പോൾ ഏതെങ്കിലും ആളുകൾ ഇതേപോലെ വീഡിയോ കോളും ഇവരുടെ ഭീഷണിയാണെങ്കിൽ ഭീഷണിയിലും പോയി പെട്ട് എന്തെങ്കിലും പരിപാടികൾ ലാസ്റ്റ് സീനായിട്ടുണ്ടോ എന്നുള്ളത് എന്താണെങ്കിലും അവിടുത്തെ പോലീസ് ആയതുകൊണ്ട് ചെക്ക് ചെയ്യും അവർ. ഓക്കെ, പിന്നെ അവിടുത്തെ പോലീസ് ആയതുകൊണ്ട് തന്നെ വേറൊരു സീനുണ്ട്, ഇവർ നല്ല കാശുള്ള ടീമാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള പോലീസുകാർ ഈ സാധനം മേടിച്ച് സൈഡാക്കാനുള്ള സ്കീമും ഞാൻ കാണുന്നുണ്ട്. കർണാടക പോലീസാണല്ലോ.
പിന്നെ ഈ കർണാടക പോലീസിനോട് പോയിട്ട് അമ്പലമാണ് കുട്ടിച്ചാത്തനാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിൻ്റെ മരങ്ങളും ആയിരിക്കും പലരും. അപ്പം അങ്ങനെ സീനുമാർ ഇത് സൈഡാക്കുന്ന ചാൻസ് കുറവൊന്നുമില്ല. ഞാൻ പറയുമ്പോൾ ഈ ലേഡി കേരള പോലീസിനോ അല്ലെങ്കിൽ എന്തായാലും ഒരു കേസായല്ലോ, പോലീസുകാരെന്താണെങ്കിലും ഒന്ന് അന്വേഷിക്കും. പോലീസുകാരനെ കുറേ ആൾക്കാർ അവിടെ പോയിട്ട് നമ്മവാക്കെന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട് ഈ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത്. അപ്പം എന്താണെങ്കിലും നമ്മുടെ നാട്ടിൽ മുട്ടിന് കുറേ പരിപാടികൾ ഇതേപോലെ ഉണ്ട്. പുതിയ പുതിയ ദൈവങ്ങൾ വരും, പുതിയ എന്താ പറയുക പരിപാടികൾ തുടങ്ങി വയ്ക്കും. അതിനൊക്കെ കുറേ ആളുകൾ പൂജാരിമാരും അച്ഛന്മാരും ഉസ്താദുമാരുമായിട്ട് കുറേ ടീമുകൾ വേറെയും വരും. നാട്ടുകാരുടെ ബേസിക് വിശ്വാസം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് പേടിയിൽ നിന്ന് വരുന്നൊരു ദൈവവിശ്വാസമാണ്. ആ പേടി മുതലെടുക്കുകയാണ് ഇവരുടെ മെയിൻ പരിപാടി. ഇതന്നെ ഇപ്പോൾ നിങ്ങൾ നോക്ക്, ഈ ലേഡി പറഞ്ഞത് പേടിപ്പിച്ച് പഴപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പം എന്താണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിനെക്കുറിച്ച് ഓൾറെഡി പറഞ്ഞതാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ ഒരു ദൈവത്തിനും ഇങ്ങനെ പ്രൊമോഷൻ ആവശ്യമില്ലടി. നിങ്ങൾ ആലോചിക്കുക, ഏതെങ്കിലും ഒരു ഉത്സവത്തിനോ പരിപാടിക്കോ ഒക്കെ ഇത്രയും സ്റ്റാർ സ്റ്റഡഡ് സെലിബ്രിറ്റി സാധനങ്ങളൊക്കെ കൊടുന്ന് വെച്ച് ഇവർ പരിപാടികൾ, ഇത് DJ നൈറ്റും പരിപാടികളൊക്കെയാണ് അവിടെ നടക്കുന്നത് എനിക്കറിയുന്നത്. അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുട്ടിച്ചാത്തനാണോ അവിടെ ഇരിക്കുന്നത് എന്നുള്ളത് പറയാൻ പാടില്ല. എന്താണെങ്കിലും പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ഇതൊക്കെ തള്ളിയിട്ടുണ്ട്. ഓക്കെ, തള്ളൽ തന്നെ ഉള്ളൂ. ഒരാൾ ഒളിവിലും ഒരാൾ പിടിയിലും ആയിട്ടുണ്ട്. ഇവത് മുങ്ങിപ്പോയി ഈ കേസ്, അതോ മുക്കോ ഈ കേസ് എനിക്കറിയില്ല. കാരണം അത്രയും സെലിബ്രിറ്റീസ് അവിടെ പോയിട്ടുണ്ട്. കുറേ പേരുടെയൊക്കെ ക്രെഡിബിലിറ്റി പോണ കേസായതുകൊണ്ട് അധികവും മുക്കി കളയാനുള്ള ചാൻസ് ഞാൻ കാണുന്നുള്ളൂ.